ഇന്ന് RSSന്റെ 3 ദിവസത്തെ ബൈഠക്ക് വിശാഖപട്ടണം നടക്കുകയായിരുന്നു. വൈകുന്നേരം RSS പറഞ്ഞു, നീറ്റ് എക്സാം പോലെ ഒറ്റപ്പെട്ട വിഷയങ്ങളിലല്ല പ്രശ്നം, അത് രോഗലക്ഷണം മാത്രമാണ്, സിസ്റ്റം ഫെയിലറാണ്, അത് പരിഹരിക്കണം എന്ന് RSS ഔദ്യോഗികമായി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. വേറെ ആരോടും അല്ല ആവശ്യപ്പെട്ടത്. RSS ഈ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ പ്രതിപക്ഷത്തെ ആന്റി നാഷണൽ വിളിക്കുകയല്ല ചെയ്തത്, അവർ രാജ്യവിരുദ്ധരാണെന്ന് പറയല്ലേ ചെയ്തത്. ഈ സർക്കാരിൻ്റെ സിസ്റ്റം ഫെയിലറാണ്, അത് നന്നാക്കണം. അതിൻ്റെ ഒരു രോഗലക്ഷണം മാത്രമാണ് നിങ്ങൾ ജന്തർ മന്ദറിൽ കണ്ടത്. ഈ സിസ്റ്റം മുഴുവൻ ഫെയിലറാണെന്ന് RSS സർക്കാരിനോട് പറയുകയാണ്. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? പ്രത്യേകിച്ച് അമിത്ഷായും മോദിയും എന്ത് പറയണം, മാധ്യമങ്ങളോട് എന്ത് മറുപടി പറയണം എന്നതിനെ കുറിച്ച് പോലും അവർക്കറിയില്ല. JP നഡ്ഡ 1 മണിക്കൂർ മുമ്പാണ്, നമ്മൾ ഔട്ട് ഓഫ് ഫോക്കസ് ഇരുന്ന സമയത്താണ് JP നഡ്ഡ പറയുന്നത് FIR ഓൾറെഡി ഇട്ടതല്ല, ഇനി എന്ത് FIR എന്ന് ചോദിച്ച ആളാണ്. FIR ഓൾറെഡി ഇട്ടത് ശരിയാണ്. ആ ജന്തർ മന്ദറിൽ നടന്ന മുഴുവൻ പ്രശ്നങ്ങൾക്കും ഒരു FIR ഇട്ടിട്ടുണ്ട്. അതിൽ ആ FIR പറയുന്നത് 240 പോലീസുകാർക്കും 200 പ്രൊട്ടസ്റ്റേഴ്സിനും പരിക്കേറ്റുവെന്നാണ്. അപ്പോൾ ആർക്കെതിരെയായിരിക്കും അന്വേഷണം? പ്രൊട്ടസ്റ്റേഴ്സിനെതിരെയായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു FIR അല്ല വേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സുപ്രീം കോടതി പോയി കേന്ദ്ര സർക്കാർ പറഞ്ഞ എന്താ, പെലറ്റ് ഗൺ ഉപയോഗിച്ചിട്ടേ ഇല്ല, പെലറ്റ് ഗൺ ഉപയോഗിച്ചായിരുന്നെങ്കിൽ ഒരാൾക്ക് മാത്രമാണോ പരിക്കേൽക്കുക എന്നാണ് സർക്കാർ അഭിഭാഷകൻ സുപ്രീം കോടതി ചോദിച്ചത്. കാരണം പെലറ്റ് ഗൺ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉണ്ടകൾ പുറത്തേക്ക് വരുവാണല്ലോ, ഒരാൾക്ക് മാത്രമായിട്ട് അത് അങ്ങനെ കൊള്ളും എന്നാണ് ചോദിച്ചത്. അങ്ങനെ കോടതിയിൽ പറഞ്ഞ സർക്കാരിനെ കൊണ്ട് FIR ഇടിച്ചു രാഹുൽ ഗാന്ധി. ഇപ്പോൾ പെലറ്റ് ഗൺ ഉപയോഗിച്ചെന്ന് ഉറപ്പായി, ഇനി അത് അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അപ്പോൾ സുപ്രീം കോടതിയിൽ ഇത് സംബന്ധിച്ച കേസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഈ പെലറ്റ് ഗൺ കേസിൽ FIR ഇടുക എന്നുള്ളത്. ഇനി സർക്കാർ അക്കൗണ്ടബിൾ ആണ്. ഈ FIRൽ എന്ത് നടപടി സ്വീകരിച്ചു എന്നായിരിക്കും അടുത്ത സിറ്റിംഗിൽ കോടതി ചോദിക്കുക, അതിന് മറുപടി പറയേണ്ടി വരും. അക്കൗണ്ടബിൾ ആക്കുകയാണ് ഭരണകൂടത്തെ പ്രതിപക്ഷം. ഇതിപ്പോൾ ഇതിന് കാരണക്കാരാരാണ്? ഈ ഭയം നീങ്ങാൻ കാരണം ജന്തർ മന്ദർ മാത്രമാണ്? അതല്ല, ഒരു പ്രൊഫറ്റിനെ പോലെ കഴിഞ്ഞ വർഷം മുതൽ രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്, ഈ രാജ്യം വേണമെങ്കിൽ നിങ്ങൾ തിരിച്ചു പിടിച്ചോളൂ ജൻസി എന്ന് പറഞ്ഞത് രാഹുൽ ഗാന്ധിയാണ്. ഈ 2 മാസം മുമ്പ്, കഴിഞ്ഞ ജൂൺ 4-ാം തീയതിയാണ് ഇന്ത്യ സഖ്യയോഗത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞത്, തെരുവിലിറങ്ങി പ്രതിഷേധിക്കാതെ ഇനി വേറെ നമ്മുടെ മുമ്പിൽ വഴിയില്ല, തെരഞ്ഞെടുപ്പൊന്നും ജയിക്കുന്ന കാര്യത്തെപ്പറ്റി നിങ്ങൾ ആലോചിക്കുകയേ വേണ്ട എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധിയാണ് ഒറ്റയ്ക്ക് ഇന്ന് ആ പോലീസ് സ്റ്റേഷനിൽ പോയി കുത്തിയിരിക്കുന്നത്. ഒരു പ്രതിപക്ഷ നേതാവ് 6 മണിക്കൂർ കുത്തിയിരിക്കുന്നത്. ഇനിയൊരു സമരമൊക്കെ ഏത് കാലത്താണ്? ഇന്ദിരാഗാന്ധി കാലത്ത് മറ്റോ കണ്ടിട്ടുണ്ട് നമ്മൾ, അതിനുശേഷം കണ്ടിട്ടില്ല ഒരു പ്രതിപക്ഷ നേതാവ് ഒരു പോലീസ് സ്റ്റേഷൻ മുമ്പിൽ കുത്തിയിരിക്കുക എന്നുള്ളതൊന്നും. അപ്പോൾ രാജ്യം അത് ശരിയായ ദിശയിലേക്ക്, രാജ്യത്തിൻ്റെ ജനാധിപത്യം ശരിയായ ദിശയിലേക്ക് പോകുന്നതിൻ്റെ സൂചനയാണ് ഇപ്പോൾ നമുക്ക് കാണുന്നത്.